ആദ്യമായിട്ട് തന്നെ ഈ മാനിഫെസ്റ്റോ അംഗീകരിക്കുന്നു. നല്ലൊരു കാൽവെപ്പാണ് നടത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം. ഇത് വളരെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ പോലും ചുരുക്കിയ സമയത്തിന്റെ കുറവുകൊണ്ട് പറയുന്നു. 3-4 പോയിന്റ് മാത്രമേ പോയിന്റ് വൈസാണ് പറയുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നാമതായി, നമ്മുടെ കോളനികളിൽ ഉണ്ടായിട്ടിരിക്കുന്ന സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരികമായ അധപ്പതത്തെ കുറിച്ച് പഠിക്കുന്നതിലേക്ക് വേണ്ടി ഒരു കമ്മിറ്റി ഗവൺമെന്റ് നിയോഗിക്കണം. അടുത്ത് വരുന്ന ഗവൺമെന്റ്. നേരത്തെ നമ്മുടെ പ്രൊഫസർ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്ന പരിപൂർണമായ വ്യഭിചാരമാണ്. ഗവൺമെന്റ് സ്പോൺസർഡ് വ്യഭിചാരമാണ്. 4 തലമുറ എങ്ങനെ ജീവിക്കും അവിടെ? നമ്മൾ ചിന്തിക്കാം. നമ്മൾ സഹോദരങ്ങൾ ജീവിക്കുന്ന അവസ്ഥ പറയാൻ. പിന്നെ എങ്ങനെ മരണം സംഭവിക്കാതിരിക്കും? എങ്ങനെ ഗഞ്ചാവ് വലിക്കാതിരിക്കും? എങ്ങനെ മോഷ്ടാവാകാതിരിക്കും? അതുകൊണ്ട് സാംസ്കാരിക, സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ അധപ്പതത്തെ കുറിച്ചുള്ള ഒരു സോഷ്യൽ ഇമ്പാക്ട് പഠനം നമ്മൾ ഡിമാൻഡ് ചെയ്യണം. ഒന്ന്. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ എങ്ങനെയാണ് പിന്നീട് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇന്ത്യയിൽ നടപ്പാക്കിയിരിക്കുന്നത്? ഞാൻ നേരത്തെ ഇദ്ദേഹത്തിന്റെ പ്ലാനിംഗ് ബോർഡ് മെമ്മറാൻഡം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അവർ എക്സ്പ്ലെയിൻ ചെയ്യണം വാട്ട് ഈസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇൻ ഇന്ത്യ. അതായത് ഉദാഹരണത്തിന് പെട്ടെന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റ് ആണ്. കടല്, റോഡ്, തോട്, ബിൽഡിങ്ങുകള്, കായലുകള്, കഴിഞ്ഞ 100 വർഷക്കാലമായി ഇന്ത്യക്ക് മൊത്തം ഉണ്ടായിരുന്ന ഒരു ഭൂമിയും അതിന്റെ അവകാശവും അദാനി പോർട്ടായിട്ട് മാറുന്നു. ദ സെയിം ടൈം, ഫ്രം കേരള ട്രഷറി ആൻഡ് ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, we are funding crores of rupees to that project. എന്നിട്ട് അപ്പോയിന്റ്മെന്റ് വരുന്ന സമയത്ത് പറയുന്നു അത് പ്രൈവറ്റ് സെക്ടറാണ് പറയുക. ഇതെങ്ങനെ, ആരാ ഇത് ചെയ്തിരിക്കുന്നത്? അത് റീഡിഫൈൻ, ഞാൻ ചുരുക്കി പറയുകയാണ്, റീഡിഫൈൻ ചെയ്യാൻ പറയണം നമ്മൾ. അതായത് ഇന്നത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ റീഡിഫൈൻ ചെയ്യണം എന്ന് പറയാൻ കാരണം, 1991 ശേഷം ഇതുവരെ നടന്നിരിക്കുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കോടിയാണ് ഇന്ത്യയിൽ. ഈ 20 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാരല്ല വർക്ക് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിലുള്ള ആൾക്കാരാണ്. ഇന്ത്യയിലുള്ള ആരാണ്? പരമ്പരാഗതമായി ജോലിയും സമ്പത്തും കൈവശമായിരിക്കുന്നത് സോക്കാൾഡ് 15% ആൾക്കാരാണ്. അപ്പൊ നമുക്കിവിടെ സംഭരണം എന്ന് പറഞ്ഞാൽ 1991 ശേഷം നമുക്ക് എംപ്ലോയ്മെന്റ് ബാനാണ്. ഇപ്പൊ മെയിൻ ഡിമാൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ എംപ്ലോയ്മെന്റ് ബാൻ ലിഫ്റ്റ് ചെയ്യുക. 91 ശേഷം നമുക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ല. പൊതുമേഖലാ സ്ഥാപന നിയമനങ്ങളില്ല. ഇത് കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. ഒന്നുകൂടെ പറയണമെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ഞാൻ പുതിയ കണ്ടുപിടുത്തമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓൺലൈനിൽ കയറി നോക്കുക. ഇന്ത്യയിലെ മൊത്തം GST രജിസ്ട്രേഷൻ എത്ര? 5.5 കോടിയാണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് GST രജിസ്ട്രേഷൻ. ഈ GST രജിസ്ട്രേഷൻ 5.5 കോടിയാണ്. ഈ 5.5 കോടിയിൽ നമ്മുടെ ആൾക്കാർ 1 ലക്ഷം പേരുണ്ടോ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ആ പിന്നോക്കാവസ്ഥയെ കാണിക്കുന്ന അവസ്ഥയാണ് GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ ഈ GST കൂടാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് തന്നെ വ്യവസായികളില്ല. അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെന്റ് വരുന്ന ഗവൺമെന്റ് കോർപ്പറേറ്റ് ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് SC നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്യാത്തത്? അപ്പൊ അത് പറയും ദേ ആർ നോട്ട് ക്വാളിഫൈഡ്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യണം? നമ്മൾ ക്വാളിഫൈഡ് ആക്കുന്നതിലേക്ക് വേണ്ടി സ്പെഷ്യൽ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യണം, നമ്മൾ മോൾഡ് ചെയ്യണം. എന്നിട്ട് ഓരോ വർഷവും അവിടുത്തെ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ നമ്മൾ ആൾക്കാരെ ക്വാളിഫൈഡ് ചെയ്തുകൊണ്ട് സപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ 20 കോടി വരുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഉള്ളവരില്ലാതെ നമ്മൾ അന്തരം കൂടിക്കൂടി വന്ന് നമ്മൾ ഏറ്റവും ഡൗൺ ടൗൺ സൊസൈറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഒരൊറ്റ മനുഷ്യൻ ജോലി കിട്ടുന്നില്ല. മൂന്നാമത്, നമ്മുടെ വ്യവസായം എവിടെ? ഇനി എത്ര പതിറ്റാണ് നമ്മൾ കാത്തിരിക്കണം വ്യവസായത്തിലേക്ക് വേണ്ടി? അവിടെ പരിപൂർണമായി ഗവൺമെന്റ് നമുക്ക് എന്ത് തരണം? സ്പെഷ്യൽ എക്കണോമിക് സോൺ നമുക്ക് തരണം. ഇനി നമ്മൾ മെയിൻ ഡിമാൻഡ് വെക്കേണ്ടതാണ്. നമ്മുടെ സമ്പത്ത് ലെവൽ കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി, വ്യവസായങ്ങളാക്കുന്നതിലേക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ നമുക്ക് ഭൂമിയും സമ്പത്തും കറണ്ടും വെള്ളവും തോടും നമുക്കും തരണം. പ്രത്യേകിച്ച് SC/STക്ക് വേണ്ടി സ്പെഷ്യൽ എക്കണോമിക് സോൺ തരണം. അതിന് പ്രത്യേകിച്ച് ഹോളിഡേ പ്രഖ്യാപിക്കണം. 25 വർഷത്തേക്ക് വേണ്ടി SC/STക്ക് ടാക്സ് ഈടാക്കുന്നതല്ല, GST ഈടാക്കുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിമാൻഡ് വെക്കേണ്ടിയിരിക്കുന്നു. അല്ല, നമ്മൾ അബ്ദുൽ കലാം സാറ് പറയുന്ന പോലെ എനിക്കോ യു വിൽ സ്ലീപ്, നിങ്ങൾ ഉറങ്ങും. യു വിൽ ഗോ ഫോർ എ ഡ്രീം, നീ സ്വപ്നം കാണും. വൈ ആർ ഗോയിങ് ഫോർ എ സ്മാൾ ഡ്രീം? യു ഗോ ഫോർ എ ബിഗ് ഡ്രീം. നീ വലിയ സ്വപ്നം കാണാൻ പഠിക്കുക.
എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇത് നല്ല കാൽവയ്പാണ്. ഇങ്ങനെയുള്ള ഒന്നില്ല എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഗവൺമെന്റ് പറയും നമുക്ക് ചോദിക്കാൻ അറിയില്ല എന്ന് പറയും. ഈ ചോദ്യങ്ങളുമായി മുന്നോട്ട് വരണം. അതുപോലെ തന്നെ ഹാരിസ് മലയാളത്തിന്റെ എങ്ങനെ 3 ലക്ഷം ഹെക്ടർ ഭൂമി അവരിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയണം ആ ഭൂമി തിരിച്ചു പിടിക്കണം, നിയമനിർമ്മാണം നടത്തണം. ആ ഭൂമിയിൽ നിന്നും ഉള്ളാത്ത നമ്മളാൾക്കാർക്ക് കൊടുത്തതിന് ശേഷമുള്ളത് വ്യവസായ മേഖല മാറ്റണം. അവിടെ നമുക്ക് വ്യവസായം സ്ഥാപിക്കുന്ന അവസരം ഉണ്ടാകണം. ഡിമാൻഡ് വെക്കുന്നേ, അവൻ തരികയോ തരാതിരിക്കുകയോ ചെയ്തിട്ട് പോട്ടെ. ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പോയിന്റ് പറയാനുണ്ട്. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.